क्राइम अलर्ट, जुर्म के खिलाफ आवाज। നിനക്ക് സ്വന്തം ഏടത്തെ ഡ്രസ് മാറുന്നിടത്തേക്ക് കയറി വരുമോ? അല്ല ചേട്ടത്തി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് വിശന്നതുകൊണ്ട് ഭക്ഷണം ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാ. ഇനിയിപ്പൊ നിന്റെ ചേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ, ഇനി അങ്ങോട്ട് ഈ വീട്ടില് നീ താമസിക്കോ അതോ ഞാൻ താമസിക്കോന്ന്. നമ്മുടെ ഈ സമൂഹത്തിൽ അനിയനും ചേട്ടത്തിയും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമായ ബന്ധമായിട്ടാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും ഈ സകല മര്യാദകളെയും തച്ചുടച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വളരെ മോശമായി പെരുമാറുന്നു. അവന്റെ ചേട്ടത്തി അവൻ ഒളിഞ്ഞൊളിഞ്ഞു നോക്കുമ്പോൾ അവന്റെ ചിന്തകൾ മോശമായ രീതിയിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവന്റെ ചേട്ടത്തി ചിന്തിച്ചത് ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. നമസ്കാരം, ഞാനാണ് വിനയ് ആനന്ദ്. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് യുപിയിലെ ഗാസിയാബാദ് ജില്ലയിലുള്ള ഈ സംഭവം നടന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു കുടുംബത്തിലുള്ള ചില ആളുകൾ ചേർന്ന് ഒരു ചതി നിറഞ്ഞ തീരുമാനമെടുത്തു. സാധാരണക്കാർക്ക് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റാത്ത തീരുമാനം. ചേച്ചി, ഇത്ര നല്ല വളകൾ എവിടുന്നാ കിട്ടിയത്? പിന്നെ ഈ ലിപ്സ്റ്റിക് തൊട്ടു പോരുത് എന്റെ ലിപ്സ്റ്റിക്. അതെയോ? അപ്പൊ ചേച്ചി വീണ്ടും അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടാ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതല്ലേ? നിക്ക്, ഞാൻ ഇപ്പൊ അച്ഛനോട് പറയും. എടി പൊട്ടത്തി, എന്നെ കണ്ട കള്ളിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ മോഷണമല്ലെന്ന്. നിനക്ക് സ്കൂളിൽ പോകാൻ സമയമില്ലേ? ചെല്ലു ചെല്ലു. കവിത മോളെ, നിന്റെ ചേച്ചി ഒരുങ്ങാൻ തുടങ്ങിയ പിന്നെ തീരില്ല, അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാടായി. ആ ശരി പപ്പാ. ചേച്ചി, എന്തിനാ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടത്? എല്ലാരും നമ്മളെ തന്നെയാ നോക്കുന്നത്. നോക്കിയിട്ട് പോട്ടെ. ചേട്ടാ, പുതിയ ഫാഷന്റെ വല്ല ഡ്രസ്സും വന്നിട്ടുണ്ടോ? അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ മക്കളെ? നിങ്ങൾ എന്തായാലും ഇത് മേടിക്കാൻ പോകുന്നില്ല. എല്ലാം വലിച്ചു വാരിയിട്ട് എന്നെ പ്രാന്താക്കിട്ട് പോകാനല്ലേ? ഒരു ദിവസം ഞാൻ ഈ കട മുഴുവൻ വാങ്ങും, നോക്കും. അതൊക്കെ അന്ന് ചെയ്തോളൂ. ഇപ്പൊ കച്ചവടത്തിന് സമയമായി, പെട്ടെന്ന് പോകാൻ നോക്ക്. മിണ്ടിപ്പോരുത്, പാടി. അല്ല ചേട്ടാ, നമസ്കാരം ചേട്ടാ. എന്തുണ്ട്? സുഖം ഏട്ടാ. ഏട്ടനോ? എനിക്കെന്താ സുഖം. ആ അച്ഛാ, നന്നായി വരും മോനെ, സന്തോഷമായിട്ടിരിക്കെ. ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ലീവ് കിട്ടിയതല്ലേ? അതെ അച്ഛാ. അച്ഛൻ അറിയത്തില്ലേ ഗ്യാരേജ് എത്ര പണിയുണ്ടാവുന്ന്? എനിക്ക് ഉറപ്പായിരുന്നു അച്ഛാ, ചേട്ടൻ എന്തായാലും വരുമെന്ന്. ചേട്ടന് വരാൻ സമയം കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ കോളേജ് ഫീസ് കെട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇല്ലേ, അന്ന് എന്തായാലും ചേട്ടൻ വരുമെന്ന്. ആ ശരി ശരി, ഓക്കെ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ. ഞാൻ ആ ശങ്കറിന്റെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. നീ ഇങ്ങോട്ട് വന്നടാ. ഇങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? ആ ഇങ്ങനെ പോകുന്ന കേട്ടാ. കൊള്ളാലോ. ഇന്നെന്താ പ്രത്യേകിച്ച്? ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. പിന്നെ വാങ്ങാതെ. 7 മാസത്തിന് ശേഷം എന്റെ മോൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ. അപ്പോ ഞാൻ അവനെ എന്റെ കൈ കൊണ്ട് പായസം ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. ഞാൻ ഒരു കാര്യം പറയട്ടെ ലാൽ, വൈകാതെ അവന് എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കൊടുക്ക്. പിന്നെ ഈ സിറ്റി വിട്ടെന്നല്ല, വീട് വിട്ടു പോലും അവൻ പുറത്തേക്ക് പോവില്ല. അതെ, കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു നല്ല പെണ്ണിനെ കിട്ടണ്ടേടൂ. നമസ്കാരം ചെറിയച്ചാ. ആഹാ, ഇതാരെ കവിത മോളോ? എന്താ പെട്ടെന്ന്? അത് പിന്നെ ചെറിയച്ച ഇതുവഴി പോവുമായിരുന്നു, അപ്പൊ വിചാരിച്ചു ചെറിയച്ചനെ ഒന്ന് കണ്ടേക്കാന്ന്. അതിരിക്കട്ടെ, എന്റെ കൂട്ടുകാരൻ എന്ത് പറയുന്നു? ഒട്ടും ശരിയല്ലായിരുന്നു ചെറിയച്ച. ചെറിയച്ചനറിയോ, വീട്ടിലെ എല്ലാ ജോലിയും പപ്പ എന്നെ കൊണ്ടാ ചെയ്യിക്കുക. അതല്ല മോളെ, നീ വലിയ പെണ്ണായില്ലേ, വീട്ടുജോലികളൊക്കെ പഠിച്ച് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ നാളെ ഭർത്താവിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ അവരൊക്കെ എന്തു പറയും? ചെറിയച്ചൻ പപ്പയുടെ സൈഡ് പറഞ്ഞു പോരുത്. കല്യാണം നടക്കുമ്പോ ചെയ്താ പോരെ. ആ ഞാൻ പോവാ. ആ ഒരു മിനിറ്റ് മോളെ, ഇന്നാ ഈ ചോക്ലേറ്റ് എടുത്തോ. ഇത് നിനക്ക് മാത്രമുള്ളതല്ല, എമിലിക്കും കൊടുത്തേക്കണം കേട്ടോ. ശരി, നമസ്കാരം. ശരി മോളെ, നന്നായി വരും. അല്ല, ഈ കുട്ടി ഏതാ? ആ ഇതെന്റെ ഒരു കൂട്ടുകാരന്റെ മോളാ കവിത. ആദ്യം എന്റെ കട ഇവരുടെ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തൊട്ടേ ഈ കുട്ടി എനിക്കറിയാം. ശങ്കർ, എന്റെ മകൻ രാജേഷിന് വേണ്ടി ഈ കുട്ടിയൊന്ന് ആലോചിച്ചാലോ? അതൊരു നല്ല കാര്യമാണ് ലാൽ.
എന്റെ അഭിപ്രായത്തില് കവിതയെ പോലൊരു നല്ല പെൺകുട്ടി ഈ നാട്ടിൽ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല. എന്റെ പൊന്നു കൂട്ടുകാരാ, ഈ ലഹൻലാലിനൊരു ആഗ്രഹം, അതായത് നമ്മുടെ കവിത മോളെ ഇയാളുടെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇദ്ദേഹത്തെ ഉടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല കാര്യങ്ങൾ ഒരിക്കലും വഹിക്കാൻ പാടില്ല. ഇവിടെ വെക്കുമ്പോൾ മോളെ എല്ലാവരോടും നമസ്കാരം പറ. പിന്നെ രാകേഷ് ഒരുപാട് വർഷങ്ങളായിട്ട് ചണ്ഡീഗഡിലെ ഒരു വലിയ ഗരാജിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുക. നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു വീടും ഉണ്ട്. ശങ്കറിട്ട, നിങ്ങൾക്ക് എന്നെ ഒരുപാട് കാലമായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്നെ പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ധനമായിട്ട് ഞാൻ അതിന്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി. എന്റെ മകൻ രാജേഷിനെ ഇതിൽ നല്ല കുട്ടിയെ വേറെ കിട്ടില്ല. അങ്ങ് എത്രയും വേഗം കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്താൽ മാത്രം മതി. ഒരുപാട് സന്തോഷം. അങ്ങനെ എൻ്റെ മോള് നിങ്ങളുടെ വീട്ടിലെ മരുമകളാവാൻ പോവാ. ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതിന് ദൈവം എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. പപ്പ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ താമസിച്ച് അച്ഛനെയും ഇവിടെ ഉള്ളവരെയും നോക്കിയാൽ മതി. അല്ല, നീ എന്ത് വിട്ടുതരായി പറയുന്നേ? ഇത് നോക്ക് മോള്, ഇത്ര നല്ലൊരു ആലോചനയാ. എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? മോളെ, നമ്മുടെ സമയം ഇപ്പം നല്ലതാ. ഇതിന് കൂടുതൽ എന്താ വേണ്ടത്? ചെക്കൻ സിറ്റിയില് വലിയൊരു ഗാരേജിന്റെ സൂപ്പർവൈസറാ. അവർക്കാണെങ്കിൽ ഇവിടെ സ്വന്തമായിട്ട് പാരമ്പര്യ വീടുണ്ട്. അത് മാത്രല്ല, നിനക്ക് അമ്മായിയമ്മയുടെ പ്രശ്നമില്ല. വീട്ടിലെ എല്ലാം നീ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള കുട്ടി ഇപ്പോഴും വീട്ടിലിങ്ങനെ ഇരിക്കാന്ന് വെച്ചാ നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് പറയും? എല്ലാരും അമ്മയില്ലാതെ കുട്ടിയല്ലേ, അച്ഛൻ ശരിക്കും വളർത്തിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ മൊത്തം സമൂഹവും എന്നെ നോക്കി കാറിച്ചു തുപ്പും. അതെ, എന്റെ പപ്പയെ അപമാനിക്കാൻ ആർക്കാ ഇവിടെ ധൈര്യമുള്ളത്? അപ്പോ അതിന്റെ അർത്ഥം ചേച്ചി സമ്മതിച്ചു എന്നാണ്. പൊന്നും, ഒരു പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. പക്ഷേ സ്ത്രീധനം എന്ന ധനം ഈ വലിയൊരു ചടങ്ങിന്റെ ഏറ്റവും വലിയ ഭാഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പിതാവിന് സ്ത്രീധനമൊന്നും വാങ്ങാതെ തന്റെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന ഒരു പയ്യനെ കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? ഇതിലും നല്ലൊരു ഭാഗ്യം ഒരു പിതാവിന് വരാനില്ല. പക്ഷേ ഈ പിതാവ് അറിയാത്തൊരു കാര്യമുണ്ട്. സ്ത്രീധനമൊന്നും ചോദിക്കാത്ത മരുമകനായിരിക്കും തന്റെ മകൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ജീവിത സഖി. കാരണം അവന് ആർത്തി ഒരിക്കലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കവിത എന്ന കുട്ടി അവളുടെ പിതാവിന്റെ തീരുമാനം അംഗീകരിച്ച് രാജേഷിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു, സമ്മതം അറിയിച്ചു. സ്ത്രീധനമൊന്നും ചോദിക്കാത്ത ഈ വിവാഹത്തിൽ തുടർന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നു അത് ആർക്കും അറിയില്ല. വരൂ, നമുക്ക് നോക്കാം രാകേഷിന്റെ കവിതയുടെ വിവാഹത്തിന് ശേഷം എന്ത് നടക്കുമെന്ന്. സത്യത്തെ ഞാൻ ഭാഗ്യം ചെയ്തവനാ. നിന്നെ പോലെ സുന്ദരിയായ പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. ദേ നീ നോക്ക്, ഇതും എന്റെ പപ്പായ കാരണമല്ലേ. അന്നൊരു പക്ഷേ ശങ്കരങ്ങളുടെ കടയിൽ വെച്ച് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും സുന്ദരിയായ ഭാര്യയെ കിട്ടാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ എല്ലാ ക്രെഡിറ്റും അച്ഛന് തന്നെ കൊടുക്കുവോ? അഥവാ ഞാനന്ന് ശങ്കർ ചെറിയച്ഛന്റെ കടയിലേക്ക് പോയിരുന്നില്ലെങ്കിലോ? അച്ഛൻ എന്നെ കാണത്തൂല്ല, നമ്മുടെ കല്യാണം നടക്കുകയില്ല. അത് സത്യം. പിന്നെ എനിക്ക് ചണ്ഡീഗഡ് കാണണം. എന്നെ എപ്പോഴാ കൊണ്ടുപോവാ? കവിത, ഇപ്പൊ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദേ നോക്ക്, ഇപ്പൊ അമിത്തിന്റെ പഠിപ്പിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു നഗരത്തിൽ പോയി പുതിയ വീടൊക്കെ സെറ്റാക്കാൻ ഭയങ്കര പാടാ മോളെ. പക്ഷെ ഇന്ന് ഞാൻ നിനക്ക് വാക്ക് തരിക, എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഹലോ, അമിത സംസാരിക്കുന്ന അങ്കിൾ. സുഖം തന്നെ അങ്കിൾ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? അച്ഛനും സുഖം അങ്കിൾ. ഞാൻ ചേട്ടനെ വിളിക്കാം. ചേട്ടാ അറോറ അങ്കിളാ വിളിക്കുന്നത്. അതാ വരുന്നു. പറ
പറഞ്ഞോളൂ സാറേ. അതെ അതെ, ഞാൻ ഇന്ന് തന്നെ ചണ്ഡീഗഡിലേക്ക് പുറപ്പെട്ടോളാം. അത് നിങ്ങളെ വിഷമിക്കണ്ട. ഖന്ന സാറിന്റെ വണ്ടി കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്ത് കൊടുത്തിരിക്കും. സാറ് വിഷമിക്കാതിരിക്കുക. ആ ശരി സാറേ. എന്തു പറ്റി മോനെ? സാർ എന്താ പറഞ്ഞത്? അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ പുറപ്പെടേണ്ടി വരും. ഖന്ന സാറിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പഴയ വലിയ കസ്റ്റമറാ. സർവീസ് ചെയ്ത് സമയത്ത് തന്നെ കൊടുക്കണം വണ്ടി. കവിത, നീ എന്തിനാ മോളെ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുന്നത്? എനിക്കെങ്ങനെ ജോലി ശ്രദ്ധിക്കാൻ പറ്റും? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ പോവാണോ? നിങ്ങളില്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? എനിക്ക് എത്ര വിഷമാവുന്നുണ്ടെന്നറിയോ? സോറി ചേട്ടാ, അത് ആ റിക്ഷ വണ്ടി വന്നോ? പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നീ അങ്ങോട്ട് പോക്കോ, ഞാൻ വന്നേക്കാം. ശരി ചേട്ടാ. മനസ്സിലാക്കും മോളെ, ഞാൻ ഇറങ്ങട്ടെ. വാ. കൊള്ളാം മോളെ, കൊള്ളാം. ഇതിനെന്തൊരു ടേസ്റ്റാണ്. നിന്റെ കൈക്ക് നല്ല മാജിക് ഉണ്ടല്ലോ. രാകേഷ് ഭയങ്കര ഭാഗ്യവാനാ. എല്ലാ സൗഭാഗ്യങ്ങളും കൂടി ഒരുമിച്ച് കിട്ടിയില്ലേ? കുറച്ചൊരു ഇടട്ടെ അച്ഛാ. വേണ്ട വേണ്ട മോളെ, എന്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അമിത്, നിനക്ക് കുറച്ചുകൂടി തരട്ടെ? അമിത്, തരട്ടെ? അതെ. ഇത്രയും ശ്രദ്ധ പഠിത്തത്തിൽ ഉണ്ടാവണം. അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛാ കുഴപ്പമില്ലല്ലോ. നിക്ക്. അച്ഛാ, വെള്ളം കുടിക്ക്. അമിത്, അമിത്. അച്ഛാ ഒരു മിനിറ്റ്. അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്കിത് കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണിന് കാഴ്ച പോയി. ഡോക്ടർ സർ, എന്താണ് എനിക്കൊന്നും കാണാൻ പറ്റാത്തത്? ലഹൻലാൽ സാറേ, നിങ്ങൾക്ക് MRIയും VP ടെസ്റ്റും നടത്തണം. ഒരുപക്ഷെ നെറ്റിയിൽ അടികൊണ്ടത് കാരണമായിരിക്കാം നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. VB ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ കണ്ണിന് എത്ര % കാഴ്ച ശക്തി ഉണ്ടെന്ന് നോക്കാം. ഡോക്ടർ സർ, ഇതിനൊക്കെ എന്ത് കാശ് ചെലവാകും? ഏതാണ്ട് ഒരു 10,000 to 15,000 ആവും. ചിലപ്പോൾ വേറെയും ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അതിന് കുറച്ചുകൂടെ കാശാവും. ഡോക്ടർ, അങ്ങേക്ക് കാര്യമെല്ലാം അറിയാലോ. എന്റെ സാമ്പത്തിക അവസ്ഥ അത്ര മെച്ചമല്ല. തൽക്കാലത്തേക്ക് കുറച്ച് മരുന്ന് തരൂ ഡോക്ടർ സർ. ആ മരുന്ന് കഴിച്ച് ഞാൻ എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളാം. ടെസ്റ്റൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എടുത്തോളാം. നോക്കൂ ലഹൻലാൽ സാർ, ടെസ്റ്റുകളൊന്നും നടത്താതെ മരുന്ന് എഴുതി കൊടുക്കാൻ പാടില്ല. പിന്നീട് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഹലോ. ഹലോ രാകേഷ്, ഇന്ന് അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. എങ്ങനെ? ഡോക്ടർ വന്നിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അച്ഛന്റെ നെറ്റിയിൽ നല്ല പരിക്കുണ്ട്. അച്ഛന് കണ്ണും കാണുന്നില്ല. കവിത, തൽക്കാലം അച്ഛനെ നീ നോക്ക്. ഞാൻ സേഠിയോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് എത്തിയേക്കാം. ശരി, നിങ്ങൾ വേഗം വന്നേക്ക്. അച്ഛാ, ഞാൻ പറയുന്ന കേക്കച്ചാ. അച്ഛൻ എൻ്റെ കൂടെ ഇപ്പം തന്നെ ചണ്ഡീഗഡിലോട്ട് വാ. ഞാൻ എല്ലാ ചെക്കപ്പും അവിടെ ചെയ്യിക്കാം. കാശിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ ഇപ്പം തന്നെ അറോറ സാറിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയേക്കാം. അതെ അച്ഛാ, ഏട്ടൻ പറയുന്നത് ശരിയാ. പക്ഷെ മോനെ, ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നു.
ഞാൻ കുറച്ച് ദിവസം അതൊന്ന് കഴിച്ചു നോക്കട്ടെ. ആ മരുന്ന് കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ ചണ്ഡീഗഡിലേക്ക് വരാം. എന്തിനാ അച്ഛൻ വാശി പിടിക്കുന്നേ? അച്ഛൻ ഏട്ടന്റെ കൂടെ പോകുന്നതാ നല്ലത്. അതെ മോളെ, ഇപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. പക്ഷേ എന്റെ കണ്ണുകളായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കൂടെയില്ലേ. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കും. ഓക്കെ അച്ഛാ, അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ. പക്ഷെ അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എല്ലാ മരുന്നും അച്ഛൻ സമയത്ത് കഴിച്ചോളാം. തീർച്ചയായും. വന്നപ്പോ മുതൽ അച്ഛന്റെ പുറകെയാണല്ലോ. എന്നെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയേ? ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ 3-4 ദിവസം കൂടി ഇവിടെ നിന്നേനെ. ഹേയ് കവിത, എനിക്കിപ്പോ പോവാൻ സമയമായി. ഈ പരിപാടിയൊക്കെ പിന്നീട് ഒരിക്കലായാലോ? നോക്കുമോളെ, ഞാൻ ഗ്യാരേജിൽ പറഞ്ഞിട്ട് വന്നയാ. അച്ഛനെ കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു വന്നോളാന്ന്. പ്ലീസ് ഇങ്ങനെ പിടിച്ചു വെക്കല്ലേ. എന്റെ ബസ്സിന് സമയമായി മോളെ. ഇല്ല, ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. ചേട്ടാ, ഓട്ടോ വന്ന്. അതെ വരുന്നു. കവിത കുട്ടി പ്ലീസ് ഒന്ന് മനസ്സിലാക്കി ചക്കരെ. എല്ലാ കാര്യങ്ങളും നോക്കിക്കോടെ. അല്ല, എന്താ അച്ഛാ? അച്ഛൻ എന്താ ഇവിടെ? അതെ മോളെ, എന്റെ വോക്കിംഗ് സ്റ്റിക്ക് കാണുന്നില്ല. ഒരുപാട് നേരമായിട്ട് ഞാൻ തപ്പുക. മോളെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ മോള് വിളി കേട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് നോക്കാനായിട്ട് ഇറങ്ങിയത്. അച്ഛൻ വാക്കിംഗ് സ്റ്റിക്ക് എന്നും എവിടെയെങ്കിലും വെച്ച് മറക്കും. ഇന്നും രാവിലെ അത് ഹാളിൽ വെച്ച് മറന്നുപോയി. ഞാനാണ് അത് എടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ചത്. ദാ പിടിച്ചോ അച്ഛന്റെ സ്റ്റിക്ക്. എന്നാ ശരി. അയ്യോ അച്ഛാ, അവിടെ ഇരിക്കെ. ഞാൻ അച്ഛനെ കൊണ്ടുപോയി വിടാം. ആ പിന്നെ ഒരു കാര്യം, അച്ഛൻ എവിടെയെങ്കിലും പോണെങ്കിൽ കൂട്ടാരും ഇല്ലാതെ എങ്ങോട്ടും പോവരുത്. വരൂ അച്ഛാ, ഞാൻ അച്ഛനെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. വരൂ. അച്ഛാ, ചായ. അല്ല ലഖൻ ചേട്ടാ, സുഖാണോ? ഇതാരാ, സീമയോ? എനിക്ക് സുഖമാണ്. എന്നെ അനുഗ്രഹിക്കണം. എല്ലാം നന്നായി വരും മരുമകളെ. എന്നും സന്തോഷായിട്ടിരിക്കെ. അതെ, നിങ്ങൾക്ക് എത്ര നല്ല മരുമകളെയാ കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഒന്ന്. ഒരു ജോലിയും ചെയ്യില്ല, അറിയോ? ഒരു പേരക്കുട്ടിക്ക് വേണ്ടി 6 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. അത് ശരി. അപ്പൊ പേരക്കുട്ടിയെ കിട്ടിയല്ലേ? അതെ, അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. എന്റെ പേരക്കുട്ടിയുടെ ജന്മദിനത്തിന്. നിങ്ങളുണ്ടല്ലോ, എല്ലാവരെയും കൂട്ടി വരണം. അല്ല, ഇതെന്താണ് സീമ? ഈ വീടിന്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ? അമിതാണെങ്കിൽ കോളേജിന്റെ കാര്യത്തിൽ ബിസിയാണ്. എല്ലാരും വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്റെ മരുമോള് ഉറപ്പായിട്ടും വരും. നോക്ക് മരുമോളെ, ഇനി ഞാൻ നീ പറയുന്ന ഒരു കാര്യവും കേട്ടില്ല. ഇപ്പോ ലഖൻ ചേട്ടനും പറഞ്ഞല്ലോ, നീ എന്തായാലും വന്നേ മതിയാകൂ. ശരി ആന്റി, ഉറപ്പായിട്ട് ഞാൻ വരാം. എന്നാ ശരി ലഖൻ ചേട്ടാ, ഞാനിപ്പോ പോവാണ്. ഹലോ, രാവിലെ തന്നെ എന്താ എന്നെ ഓർക്കാൻ? അത് പിന്നെ ഇന്ന് സീമ ആന്റി വന്നിരുന്നു. ആന്റിയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ. കൊള്ളാലോ, ഇത് സന്തോഷമുള്ള കാര്യല്ലേ? അതെ അതെ, ബർത്ത്ഡേ പാർട്ടിക്ക് അവര് വലിയൊരു ഹാളാ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നെ. അത് കലക്കി. അത് പിന്നെ ഇന്ന് വരെ ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നൊരാവശ്യമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു പാർട്ടിക്ക് പോകാനുള്ള അവസരം കിട്ടിയിരിക്കുക. എനിക്ക് ഉടുത്തോണ്ട് പോകാൻ ഒരു നല്ല സാരി പോലും ഇല്ല. കൂടുതലൊന്നും വേണ്ട, ഒരു 10,000 രൂപ അയച്ചു തന്നാ മതി. ഞാൻ ഒരു നല്ല സാരിയും കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കൂടി വാങ്ങിച്ചോളാം. കവിതേ,
അറിയാവുന്നല്ലേ അച്ഛന്റെ ചികിത്സയ്ക്ക് എത്ര കാശ് ചെലവായെന്ന്. ഇനിയിപ്പോ അച്ഛന്റെ കണ്ണ് ശരിയായില്ലെങ്കിൽ ചെക്കപ്പ് ചികിത്സയൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. ഇത്രയും പൈസ ഞാൻ എവിടുന്ന് കൊണ്ടുവരും? കുറച്ച് ദിവസം കൊണ്ടൊന്ന് കാത്തിരിക്കും മോളെ. ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു സാരി മേടിച്ചോണ്ട് വരാം. ഇന്നാ ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടത്, അതുപോലും തരാൻ പറ്റില്ലല്ലേ? ഹലോ മോളെ, ഇതാ വരുന്നച്ചാ. മോൾ എന്നെ എന്റെ റൂം വരുന്നത് കൊണ്ടാക്കാമോ? ആ വരൂ അച്ഛാ. ആ പിന്നെ മോളെ, ആ എന്താച്ചാ? അത് പിന്നെ മോളെ, ഈ കട്ടിലിന് താഴെ ഒരു പെട്ടി ഉണ്ടാവും, അതിങ്ങെടുത്തേ. ആ ഇത് തന്നെ മോളെ, ഒന്ന് തുറന്നേ. ശരി അച്ഛാ. അച്ഛാ, ആ ഇതിനും മാത്രം പൈസയോ? ഇത്രയും ആഭരണങ്ങളോ? ഇതൊക്കെ എവിടുന്നാ കിട്ടിയേ? അത് മോളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് നമ്മുടെ കൃഷിസ്ഥലം വിട്ടിട്ട് കിട്ടിയ കാശാണിത്. എനിക്ക് പ്രായമാകുമ്പോൾ ഉപകരിക്കാമെന്നാ കരുതിയത്. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് നല്ല കുട്ടികളെ കിട്ടി, അതുപോലെ നല്ലൊരു മരുമകളെയും കിട്ടി. ഇനിയിപ്പോൾ വാർദ്ധക്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ മോളെ, നിനക്കിഷ്ടമുള്ള എന്തും മേടിച്ചോ. കോലിസോ ആഭരണമോ നല്ല ഡ്രസ്സോ, അങ്ങനെ നീ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, കേട്ടല്ലോ. അല്ല കവിത, എപ്പോഴും നിന്നെ കല്യാണം കഴിഞ്ഞേ? ഒരു 3-4 മാസമായി. ഒരു നല്ല ഫാഷന്റെ സാരി കാണിച്ചേ. ഇന്നും വില ചോദിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. വില എത്രയാന്നൊന്നും നോക്കണ്ട, നല്ല മെറ്റീരിയൽ ആയിരിക്കണം. അതിനെന്താ, ഇപ്പൊ കാണിച്ചുതരാം. ആ ദേ നോക്ക്, ഇതിന്റെ ഡിസൈൻ ഒക്കെ നോക്ക്. നീ ഇത് എടുത്തോണ്ട് പോയ ആരായാലും നോക്കിപ്പോവും. ഇത് പാക്ക് ചെയ്തേക്ക്. എത്രയാ ഇതിന്? വെറും 2500. ശരി, എടുത്തേക്കാം. ഇന്നാ ഊട്ടി. ദാ പിടിച്ചു. അച്ഛാ, അച്ഛാ നോക്ക്, ഞാൻ ഇന്ന് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന്. ഇത് കണ്ടോ അച്ഛാ? ഇതാണ് എന്റെ പുതിയ സാരി. പിന്നെ ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് എന്റെ പുതിയ വള. തൊട്ട് നോക്കിയച്ചാ, നോക്ക്. പിന്നെ എന്റെ പുതിയ സെറ്റ്. തൊട്ട് നോക്കിയച്ചാ, നോക്ക്. അച്ഛാ, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാ. ഇത് മതി. എപ്പോഴും നീ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. ആ സീമയുടെ വീട്ടിൽ നന്നായിട്ട് ഒരുക്കി തന്നെ പോകണം. അവിടെയുള്ള എല്ലാവരും പറയണം നീ ലക്കൻലാലിന്റെ മരുമകളാണെന്ന്. ശരി അച്ഛാ, ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് പോകും. എല്ലാരും എന്നെ തന്നെ നോക്കണം. അമേത്, എന്താ ചേട്ടത്തി? ഒന്നിങ്ങി വന്നേ. ചേട്ടത്തി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇന്ന്. ആ പിന്നെ ഞാൻ സീമാന്റിയുടെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോവാ. ഞാൻ തിരിച്ചു വരാൻ കുറച്ച് സമയാവും. നീയും അച്ഛനും കൂടി ഭക്ഷണം എടുത്ത് കഴിച്ചോണം, കേട്ടല്ലോ? ശരി ചേട്ടത്തി. എനിക്കും എൻ്റെ ഫ്രണ്ട് റോഹിത്തിന്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അവിടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാനേ. എല്ലാവരും അങ്ങോട്ടേക്കാണ് വരുന്നത്. ഞാൻ അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് ഞാനും അങ്ങോട്ടേക്ക് പോവാ. ശരി, ആയിക്കോട്ടെ. അല്ല ചേട്ടത്തി, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തോട്ടെ? ഏയ് അതൊന്നും വേണ്ട. സീമാന്റി കാർ അയക്കാന്നാ പറഞ്ഞു. ഞാൻ അതിൽ കയറി പൊയ്ക്കോളാം. നീ ചെന്ന് പഠിക്കാൻ നോക്ക്, കേട്ടല്ലോ? ശരി ശരി. ആഹാ, അച്ഛനോ? ആ മോളിങ് എത്തിയോ? അതെ അച്ഛാ. അല്ല, അച്ഛൻ എനിക്ക് വേണ്ടിയാണോ ഇത്രയും നേരം ഉറങ്ങാതെ കാത്തിരുന്നത്?
എന്ത് ചെയ്യാനാ, സീമാന്റി വിട്ടിട്ട് വേണ്ടേ വരാൻ? അതൊന്നും സാരമില്ല, മോള് വാ. അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ, ആഹാരമൊക്കെ കഴിച്ചു, പക്ഷെ മരുന്ന് കഴിച്ചില്ല. വരൂ അച്ഛാ, മുറിയെത്തി. വന്നേ, അങ്ങോട്ടിരുന്നോ. അങ്ങോട്ട് ചേരിഞ്ഞിരുന്നു. ദാച്ചാ കഴിക്ക് ഗുളിക. ദാ വെള്ളം കഴിക്കച്ചാ. എന്താച്ചാ, വേറെന്തേലും വേണോ? അച്ഛാ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ? അച്ഛാ, നിങ്ങളുടെ കണ്ണ് പോയില്ലേ? അച്ഛാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിന്നെ കണ്ട അന്ന് തുടങ്ങിയ പ്രാന്ത, ആ നിമിഷം തന്നെ ഞാൻ വീണുപോയി. ഈ പ്രാന്ത് എനിക്ക് അടക്കണം. ആ നിമിഷം തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ എൻ്റെ രാജേഷിനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. എങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റൂ. പക്ഷെ നിന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു വന്നത്. നീ വസ്ത്രം മാറുന്നത് മുതൽ നിന്റെ ചലനങ്ങളെല്ലാം ഞാൻ നോക്കി രസിച്ചു. അതാണ് ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തേണ്ട കവിത. ഈ വീട്, ഈ സ്വത്ത്, നമ്മുടെ നിലം എല്ലാം നിന്റെ പേരിലായിരിക്കും. കവിത, കവിത, നീ ഞാൻ തമ്മിലുള്ള ഈ ബന്ധം വേറൊരാളും അറിയാൻ പോകുന്നില്ല. നിനക്കറിയോ എന്റെ അക്കൗണ്ടിൽ എന്തുമാത്രം കാശുണ്ടെന്ന്? അത് മുഴുവൻ ഞാൻ നിനക്ക് തരും. അത് മുഴുവനും തരും. നിന്നെ ഞാൻ റാണിയെപ്പോലെ വാഴിക്കും കവിത, റാണിയെപ്പോലെ വാഴിക്കും. അതെ, ഒരു പ്രാവശ്യം മതി. എന്റെ ആഗ്രഹം കൊണ്ടല്ലേ. നീ എങ്ങോട്ടായി പോകുന്നത്? നീ എത്ര നാൾ ഇങ്ങനെ രാകേഷിനെ കാത്തിരിക്കും? എത്ര മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്? കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഭർത്താവില്ലാതെ കഴിയുന്നത്, അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കവിത. കവിത, ഇതൊരാളും അറിയാൻ പോകുന്നില്ല. നമ്മുടെ ഈ ബന്ധം രഹസ്യമായിരിക്കും. ഞാൻ എൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും നിന്റെ പേരിൽ എഴുതരാം. അമ്മായി അച്ഛനും മരുമകളും തമ്മിലുള്ള ബന്ധം ഒരു അച്ഛന്റെയും മകളുടെയും ബന്ധം പോലെ പവിത്രമായ ബന്ധമാണ്. പക്ഷേ ഈ ഒരു ബന്ധത്തിനെ പോലും രക്കൻലാലും കവിതയും ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. കവിത വിചാരിച്ചെങ്കിൽ രക്കൻലാലിനെ എതിർക്കാൻ സാധിക്കുമായിരുന്നു. ലക്കൻലാലിന്റെ വലയിൽ വീഴാതെ അയാളുടെ തെറ്റായ ചിന്താഗതികളെ പറ്റി അവളുടെ ഭർത്താവായ രാകേഷിനോട് പറയാമായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ അനിയൻ അമിതിനോട് പറയാമായിരുന്നു. പക്ഷെ കവിത ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. കവിത വലിയ ലക്ഷ്യങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നിയിരിക്കാം. അതായത് രാകേഷിന്റെ കുറഞ്ഞ ശമ്പളം കൊണ്ട് അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് കവിത അവളുടെ എല്ലാ ജീവിത മര്യാദയും തച്ചുടച്ചിട്ട് ലക്കൻലാലിന്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് തെരഞ്ഞെടുത്തു. അമേത്, വേഗം വാ. ആ ചേട്ടത്തി, ആലു പറാട്ടയോ? ആ, അച്ഛന് വലിയ ഇഷ്ടാന്ന് പറഞ്ഞു. ആഹാ. ആഹാ ചേട്ടത്തി, അടിപൊളിയാണല്ലോ. ചേട്ടത്തിന്റെ കൈപ്പുണ്യം അസാധ്യം തന്നെ. മോളെ, ഒന്നിവിടെ പേര് വന്നേ. ആ, നീ ഇരിക്ക്, ഞാൻ നോക്കാം. ആ ശരി. എന്താ ഈ കാണിക്കുന്നേ? പുറത്ത് ഹാളിൽ അമ്മിത്തിരിപ്പുണ്ട്. അവൻ അവിടെ ഇരുന്നോളി, ഇങ്ങോട്ട് വരില്ല. നീ ടെൻഷൻ ആവാതെ. ഇങ്ങോട്ടെങ്ങാനും വരും. വീടല്ലേ? അവൻ വരില്ലെന്നേ. ആ ചേട്ടത്തി, എനിക്കും എന്റെ ഫ്രണ്ട് റോഹിത്തിന്റെ വീട്ടിലേക്ക് പോണായിരുന്നു. ആ ശരി. കണ്ടോ, അവൻ പോയത് കണ്ടില്ലേ?
എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കവിത. ഫോണ് എനിക്കും ഇപ്പൊ ഇതൊരു ശീലമായി മാറി. ഇപ്പൊ രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ചേട്ടത്തി, അത് താഴെ എങ്ങനെ പോയി കാണുമോ? ചേട്ടത്തി ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ അടുക്കള എന്തോ കത്തിക്കൊണ്ടിരിക്കുക. ആ, ഞാൻ എന്താ പോവാ. അതെ അച്ഛാ, എന്നാ ഞാൻ ഇറങ്ങാ. ശരി മോനെ. മോളെ, എന്നെ ബാത്റൂമിന്റെ അളവരെ കൊണ്ടുവിടാവോ? ദാ വരുന്നച്ചാ, വരൂ. ചേട്ടത്തി ഒരു മിനിറ്റ് വാ അച്ഛൻ, ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യം നോക്കിക്കോളാം. കോളേജിലെ സെം ഹോളിഡേസ് തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ എല്ലാ കാര്യം അച്ഛൻ്റെ നോക്കിക്കോളാം. ഈ അമ്മിത്തിനെ എന്തേലും ചെയ്തേ പറ്റൂ. നല്ല വിശപ്പുണ്ടല്ലോ, ചേട്ടത്തിനടുത്ത് ചെന്ന് ചോദിക്കാം. നാണമില്ലേടാ നിനക്ക്? സ്വന്തം ചേട്ടത്തി വസ്ത്രം മാർന്ന് ഒളിഞ്ഞു നോക്കാൻ. അല്ല ചേട്ടത്തി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ അതിനെ വിളിക്കാൻ വന്നതാ. ഇനി നിന്റെ ചേട്ടൻ ഇങ്ങി വരട്ടെ, ചേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ ഈ വീട്ടിൽ ഇനി നീ ഉണ്ടാവണോ അതോ ഞാൻ ഉണ്ടാവണോന്ന്. ചേട്ടാ, നാണമില്ലടാ നിനക്ക്? നിന്റെ ചേട്ടത്തെ എടുത്ത് മോശമായിട്ട് പെരുമാറുന്നു. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങടാ ഇവിടുന്ന്, ഇറങ്ങടാ അങ്ങോട്ട്. ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലെ അവിടെ ഒന്നും നടന്നിട്ടില്ല. അച്ഛാ, അച്ഛനെ സത്യമായിട്ടാ പറഞ്ഞത്. ഞാൻ അറിയാതെയാണ് ചേട്ടത്തിന്റെ മുറിയിലേക്ക് പോയത്. ഒന്ന് ചേട്ടനോട് പറ അച്ഛാ. അച്ഛാ, ദേവനോട് പറയും ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ. ഇല്ലെങ്കിൽ ഇന്ന് അവൻ എന്റെ കൈ കൊണ്ട് മേടിക്കും. ഇറങ്ങി പോടാ ഇവിടുന്ന്. നിന്റെ മോന്ത ഇനി കാണരുത് ഇവിടെ. ചേട്ടാ, ഇന്ന് നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ എന്നോട് കാണിച്ചതിനെ ഞാൻ എന്തായാലും പകരം ചോദിച്ചിരിക്കും. ഇറങ്ങടാ ഇവിടുന്ന്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അച്ഛാ, ഞാൻ വിചാരിക്കുന്നത് ഗ്യാരേജിലെ ജോലിയും വിടാമെന്ന്. ഇവിടെ തന്നെ എന്തെങ്കിലും ചെറിയ ജോലി നോക്കാം അച്ഛാ. അതെ മോനെ, അത്രയും വലിയൊരു സിറ്റി വിട്ടിട്ട് നീ ഇവിടെ വന്ന് എന്ത് ചെയ്യാനാണ്? ഈ കാഴ്ചയില്ലാത്ത എൻ്റെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക ആർക്ക് പറയാൻ പറ്റും? നീ നിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കേ. വലിയ സ്ഥലം, ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം മോനെ. മോളെ, എന്താ അച്ഛാ? മോളെ നീ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കേ. അത് പിന്നെ അച്ഛാ, നിങ്ങൾക്കിടയിൽ ഞാൻ എന്ത് പറയാനാ? അച്ഛാ, അച്ഛൻ ശരിയാ പറയുന്നത്. എനിക്ക് ആ നഗരത്തിലൊരു ഭാവി ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ഇന്ന് അമിത് ചെയ്ത കാര്യം വെച്ച് നോക്കിയാ. നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷനാവുന്നേ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ. നിങ്ങൾ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ നോക്ക്. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. അതെ മോനെ, അവൾ പറഞ്ഞത് ശരിയാ. ആയിക്കോട്ടെ, നീ എല്ലാം സൂക്ഷിച്ച് ചെയ്യും. പിന്നെ അമിത്, അവൻ ഈ അടുത്തെവിടെങ്കിലും വന്നാ നീ ഉടനെ എനിക്ക് ഫോൺ ചെയ്യും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എല്ലാം ഓർമ്മയുണ്ടാവണം. പിന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെ ഫോൺ ചെയ്യും. ശരി. ആട്ടോ, ശരി, ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, വണ്ടി വന്ന് ഇറങ്ങാണേ. ശരി മോനെ. ടാറ്റാ. ഇതിനെയാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി. അല്ല, നീ ഫാക്ടറിയിൽ ജോലിക്ക് പോവാണെങ്കിൽ പിന്നെങ്ങനെയാ പഠിക്കുക? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാടാ. പക്ഷെ ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ വീടിന്റെ വാടക എങ്ങനെ കൊടുക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? ചേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് ഒക്കെ ഞാൻ ഹാൻഡിൽ എടാ, ചെയ്യണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഏടത്തി എന്തോ കള്ളം പറഞ്ഞ് പറ്റിച്ചിരിക്കുക. എന്തിനാ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി?
അറോറ സാറാണല്ലോ വിളിക്കുന്നത്. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ അമിത്, രാകേഷ് 2 ദിവസം മുമ്പേ ഇവിടെ ചണ്ഡീഗഡിൽ എത്തേണ്ടതാ. നിന്റെ അച്ഛന്റെ ഫോൺ നമ്പറിൽ ഞാൻ 2 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ടല്ലോ. നീ ആ രാകേഷിനോടൊന്ന് പറ, പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ. ശരി ശരി, ഞാൻ ചേട്ടന് വിളിച്ച് കാര്യം പറയാം. ഫോൺ വിളിക്കാൻ പറയാം. എന്താടാ? ചേട്ടൻ ജോലി ചെയ്യുന്ന കാരേജില്ലേ, അവിടുത്തെ ഓണറും അറോറ അങ്ങളുടെ ഫോണാ. അദ്ദേഹം പറഞ്ഞത് ചേട്ടൻ 3 ദിവസം മുമ്പ് ചണ്ഡീഗഡിൽ എത്തേണ്ടതാണെന്നാ. ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വിശ്വാസത്തിന്റെ വാതിലിനെ ആസ്പദമാക്കിയുള്ളതാണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം. അതല്ല ഒരുപക്ഷേ ഈ വീട്ടിൽ രാകേഷ് എന്ന് അതെ മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ലഗൻ ചേട്ടാ, നിങ്ങൾ ആ രാകേഷിനൊന്ന് വിളിച്ചേ. പുള്ളിക്കാരനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. താൻ എന്തോടെ പറയുന്നേ? രാജേഷ് വിളിച്ചെന്നോ? അവനിപ്പോ ചണ്ഡീഗഡിലാണ്. അല്ല ചേട്ടാ, കുറച്ചു മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. രാകേഷാ പറഞ്ഞ എന്നോട് ഉടനെ വരാം. രാകേഷേ, തന്നോട് പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും തന്നെ ആരും വിളിച്ചില്ല. ഇവിടെ പോന്നോക്കെ പോടോ. ചേട്ടാ എന്നെ വിളിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ദൂരം വന്നത്. ഇനിയിപ്പോ ചേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുറച്ചു മുമ്പ് എന്റെ മൊബൈലിലേക്ക് വിളിച്ചത്. എന്നോട് വിളിച്ച് സംസാരിച്ചെന്നേ. ഇത് കണ്ടില്ലേ? നോക്കിയേ. ചേട്ടാ, ഇത് അമിത്തിന്റെ നമ്പറാണല്ലോ. അവനെന്തിനാണ് നിന്നെ വിളിച്ചത്? നിങ്ങളിപ്പോ പറഞ്ഞത് ശരിയാണ് ലഗൻലാൽ. അത് അമിത്തിന്റെ നമ്പർ തന്നെ. അമിത് പിന്നെ രോഹിത് ഞങ്ങളുടെ പോലീസ് ടീമിനൊപ്പം ഉണ്ട്. അമിത് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. രാകേഷ് 3 ദിവസമായിട്ട് മിസ്സിംഗ് ആണെന്ന്. എന്റെ സാർ, ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോയതാ. പക്ഷെ അവിടെ വെച്ച് ഞാൻ കണ്ട കാഴ്ച അത്... നീ അവിടെ എന്ത് കണ്ടു? കവിത, പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നീ അടിപൊളിയാ. നിന്റെ ബുദ്ധി എന്തായാലും ഞാൻ സമ്മതിച്ചു. നിന്നെ ഞാൻ ഒരു റാണിയായി വാഴിക്കും. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്കൻലാൽ, സത്യം തുറന്നു പറ. നിങ്ങളുടെ മകൻ രാകേഷ് അവിടെ പറയാ. ഞാൻ പറയാം, എല്ലാം പറയാം. ഞാൻ എല്ലാ സത്യങ്ങളും താങ്കളോട് പറയാം. ഇത് അന്ന് ആ ദിവസമായിരുന്നു സംഭവിച്ചത്. ഞങ്ങള് ആദ്യത്തെ ദിവസം കണ്ടുമുട്ടിയപ്പോ കണ്ടപ്പോ തന്നെ എനിക്ക് ഇവരോട് പ്രണയം തോന്നി. എന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കല്യാണം നടത്തിക്കൊള്ളാൻ എന്റെ മകൻ രാജേഷിനോട് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഞാനൊരു അന്ധനാണെന്നുള്ള നാടകം കളിച്ച് കവിതയുമായി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായി. അതിനുശേഷം ഞങ്ങള് അമിത്തിനെ തെറ്റുകാരനാക്കി വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. ഞങ്ങളെ തടയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കും അച്ഛന്റെ കൂടെയുള്ള ബന്ധം ഇഷ്ടമായി തുടങ്ങി. എന്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ നിറവേറ്റി തന്നിരുന്നു. പക്ഷെ അന്ന് രാകേഷ് ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞ് ഞങ്ങൾ കരുതി അദ്ദേഹം പോയിന്ന്. പക്ഷെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു.
ഇടി നാണമില്ലാത്തോളെ. ഓ, കണ്ണു കാണാൻ വയ്യാത്ത പോലെ അഭിനയിക്കായിരുന്നല്ലേ? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ നാണം തോന്നുന്നു എനിക്ക്. പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വിടത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ അവനെ കൊന്നിട്ട് വീടിന്റെ പുറയിൽ കൊണ്ട് കുഴിച്ചു മൂടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? അമ്മായി അച്ഛനും മരുമോളും തമ്മിലുള്ള ബന്ധത്തെ ഇത്രയ്ക്ക് ചീപ്പാക്കി കളഞ്ഞു നിങ്ങൾ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ രണ്ടുപേർക്കും കിട്ടിയിരിക്കും. ഇനി ബാക്കിയുള്ള ജീവിതം ജയിലിനകത്ത് ജീവിച്ചു തീർക്കും. ലക്കല്ല നടക്കാൻ പാടില്ല. തൽക്കാലത്തേക്ക് ഈ വിനയാനന്ദ് നിങ്ങളോട് വിട പറയുകയാണ്. നിങ്ങൾ അലേർട്ടായിരിക്കൂ. മുടങ്ങാതെ കാണൂ ക്രൈം അലേർട്ട്. ജയ് ഹിന്ദ്.